ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാക്കി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്. മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 8 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 4, 2, 4 ആവർത്തിച്ച് വന്നിരിക്കുന്നു, 3, 8. ഓക്കെ, എർത്ത് എലിമെൻറ്റ്, എയർ എലിമെൻറ്റ്, വാട്ടർ എലിമെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ എന്തോ ഒരു ജോലി ലഭിച്ചിരിക്കുന്നു, പുതിയതായിട്ട് എന്തോ ഒരു ജോലി അവർക്ക് ലഭിച്ചിരിക്കുന്നു. ചിലപ്പോൾ അവർ വീട്ടിൽ നിന്ന് മാറി കുറച്ച് ദൂരെയായിട്ട് ജോലിക്ക് പോകുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തോ കേസ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു ചതി സംഭവിച്ചിരിക്കുന്നു. അഡ്വക്കേറ്റിനെ മറ്റും കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുകയാണ്. ആ ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് നീതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനിൽ കൂടിയാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപറർ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് സ്റ്റാറാണ് വന്നിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഇപ്പോൾ ആഗ്രഹം, അവരെന്താണോ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ ഇപ്പോൾ അവർ നേടിയെടുത്തിരിക്കുന്നു. ഒരു പക്ഷേ അവർക്ക് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ജോലി അവർക്ക് ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നു. ഗവൺമെൻറ് ജോലി തന്നെ അല്ലെങ്കിലും അവരാഗ്രഹിച്ചതായിട്ടുള്ള കുറേ നാളായിട്ട് അവരുടെ സ്വപ്നമായിരുന്ന കാര്യം അവരിലേക്ക് വന്നു ചേരാൻ പോകുന്നു. ഒരു പക്ഷേ അവർക്ക് ആ ജോലി നഷ്ടമായതായിരിക്കാം. അവരെ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച എന്തോ ഒരു കാര്യം, ഒന്നുകിൽ ജോലിയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം അവരിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഒരു പക്ഷേ റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് റിലേഷൻഷിപ്പിൽ വരുന്നത്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞ ഒന്നിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്, വളരെ സ്പീഡിന് തന്നെ വരാൻ പോകുന്നു. നിങ്ങളോട് ഒരുപാട് സ്നേഹവും കാര്യവും അവർക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളോടുള്ള ഓർമ്മകൾ അവരെ ഒരുപാട് പിന്തുടരുന്നു. അവരെത്രയൊക്കെ ജോലിയിൽ ബിസിയാവാൻ ശ്രമിച്ചിരുന്നാലും അവരെ കൊണ്ടത് സാധിക്കുന്നില്ല. അവർ വീണ്ടും നിങ്ങളുടെ ഓർമ്മകൾ, 5 ഓഫ് കപ്പിൻ്റെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ വീണ്ടും പിറകെ ചെന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നു. ഇതാണ് അവരുടെ എനർജി. അപ്പം നിങ്ങളെ പ്രതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി ഇപ്പോൾ എന്ത് എനർജിയിൽ കൂടിയാണ് വ്യൂസിൻ്റെ പേഴ്സൺ കടന്നു പോകുന്നത്? പ്ലീസ്. എല്ലാവർക്കും ഇല്ല, ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇവിടെ ഓഫർ വരുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് തിരിച്ച് സമയവും സ്നേഹവും തരണമെന്ന് വിചാരിക്കുന്നത് വളരെ ചുരുക്കമായിട്ടുള്ള വ്യക്തികളിൽ മാത്രമാണ്. കമൻസുകളിൽ കാണുന്നുണ്ട് വരുന്നു എന്ന് പറയുന്നു, അതേ കണക്ക് തന്നെ വരുന്നില്ല എന്നും പറയുന്നു. ഒരു എനർജി മാത്രം പറയാൻ പറ്റില്ല. ഇവിടെ ഒരു പേഴ്സണൽ റീഡിംഗ് അല്ല നോക്കുന്നത്. നിങ്ങളടുത്ത് ഒരുപാട് പ്രാവശ്യവും കമൻസിലൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും പറയുന്നുണ്ട്, പേഴ്സണൽ റീഡിംഗ് അല്ല, ഒന്നിലധികം എനർജി വരും. അല്ലാതെ ഒരൊറ്റ എനർജി ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓൺലൈനിൽ നോക്കി പറയുന്നത് ഒരു എനർജി ആയിട്ട് വരുന്ന കാര്യം വളരെ റെയറായിട്ട് മാത്രമേ വരുവുള്ളൂ. ഒന്നിലധികം ആൾക്കാർ നോക്കുന്നത് കൊണ്ട് ഒന്നിലധികം എനർജിയാണ് വരുന്നത്. ഇതിൽ ചില വ്യക്തികൾക്ക് മാത്രം പ്രത്യേകം നോട്ട് ചെയ്ത് പറയുന്നു, ചില വ്യക്തികൾക്ക് മാത്രം സിറ്റുവേഷൻ നിങ്ങൾക്കാണ് അറിയാവുന്നത്, ഒരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ.
മാനിഫെസ്റ്റ് ടെക്നിക്ക് അറിയില്ല എങ്കിലും അവർ നിങ്ങളുടെ ഫോട്ടോയോ മെസ്സേജോ മറ്റോ എടുത്ത് വെച്ച് പഴയ കാര്യങ്ങൾ ഓർക്കുന്നത് കൊണ്ട് അത് മാനിഫെസ്റ്റേഷൻ ആയി മാറുന്നുണ്ട്. അതേ ഫീലിങ്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകൾ വരികയും പെട്ടെന്നൊരു സങ്കടവും കണ്ണുനീരുമായിട്ടൊക്കെ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫീല് വരികയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കവിടെ ടെലിപ്പതി സംഭവിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നു. ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒരുമിച്ച് ഒരു ജീവിതം വേണം, കുട്ടികളായിട്ടൊക്കെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്നേഹത്തോടെ നിന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ ആദ്യം കണ്ട സമയത്ത് ഉള്ള കാര്യങ്ങൾ എല്ലാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ മെസ്സേജൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാത്ത പല കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ ഓർത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. വീണ്ടും 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 നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്നേഹമാണ് നിങ്ങളോട് തോന്നുന്നത്. പഴയ കാര്യങ്ങളെല്ലാം അവർ മറന്നുകൊണ്ട് എല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു ഗ്രോത്ത് എന്തായിരുന്നാലും കാണുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ളൊരു റിലേഷനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരാൻ പോകുന്നത്. ഇത് ഒരു മാനിഫെസ്റ്റേഷനും കൂടിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ എനർജിയായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മാനിഫെസ്റ്റായി വരും. ഇതുവരെയും നിങ്ങൾക്ക് ഒരു ലക്ഷണവും കാണുന്നില്ല. നിങ്ങൾ ബ്ലോക്കിൽ തന്നെയാണ്. നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു എനർജിയെ വിശ്വസിച്ച് നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അത്ഭുതം കാണും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ വരുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ട് ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾ വന്നു? നിങ്ങൾക്ക് ഇതുവരെയും ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് നിങ്ങൾ തന്നതുപോലെ തന്നെ സ്നേഹം തിരിച്ചു നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വ്യക്തികൾക്കാണെങ്കിൽ ആ ഒരു ബ്ലോക്കൊക്കെ മാറ്റി നിങ്ങളോട് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് അവർ കടമായിട്ടോ മറ്റോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തരാതെ ഇരിക്കുന്ന അവസ്ഥയിൽ കൂടി നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു തരണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അവർ ചിന്തിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അവരുടെ എനർജിയാണ് ഈ സമയത്ത് നിങ്ങളെക്കുറിച്ചുള്ള എനർജി. നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് അവർ ഓർക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങളോട് അവർ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ ദൂരത്തേക്ക് ആക്കി എന്നുള്ളതിൽ അവർക്ക് വിഷമമുണ്ട്. അവരുടെ ഇല്ലായ്മയിൽ ചിലപ്പോൾ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടി കടന്നു പോയ സമയമുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ആ ഒരു സമയത്ത് നിങ്ങൾ അവരെ ഒരുപാട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടല്ല മറ്റുള്ളവരിൽ നിന്നെങ്കിലും നിങ്ങളത് മാറ്റിയും തിരിച്ചുമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്ന എത്രത്തോളം സഹായിച്ച വ്യക്തിയെ ബൗണ്ടറി സെറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് ദൂരോട്ട് മാറ്റിയതിൽ അവർക്കിപ്പം ഒരു ദുഃഖമായിട്ടുള്ള കാര്യം അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. എന്താണ് അങ്ങനെ സംഭവിച്ചതെന്നും ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത്? തേർഡ് പാർട്ടിയെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടിയുടെ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതായിട്ടുള്ള എനർജിയോ കാരണമാണ് തേർഡ് പാർട്ടി എന്തെങ്കിലും ആവശ്യമില്ലാതെ പറഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് മാറ്റിയതാണെന്ന് പേഴ്സണ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ബാലൻസിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണോ അവസാനിപ്പിച്ചത്, ഇനി ഒരിക്കലും നിങ്ങളുമായിട്ടൊരു റിലേഷൻ വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം അവസാനിപ്പിച്ച് കൊണ്ടുപോയ കാര്യങ്ങൾ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ആ ന്യൂ ബിഗിനിങ്ങിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയുന്നതിന് നിങ്ങളുടെ ഫ്രണ്ട്സുകളടുത്തോ അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലോ മറ്റോ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റേതെങ്കിലും വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ആരോടൊക്കെയാണ് മിണ്ടുന്നത്, സംസാരിക്കുന്നത്, ചാറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ
അന്വേഷിക്കുന്നുണ്ട്. ജീവിതത്തിൽ മുന്നേ നടന്നിട്ടുള്ള സംഭവങ്ങൾ, നിങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നങ്ങളെ അവർ അനലൈസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വരാനുണ്ടായ കാരണങ്ങൾ, ആരുടെ ഭാഗത്തായിരുന്നു ഇതുവരെയും തെറ്റുണ്ടായിരുന്നത്, ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൻ്റെ വശത്ത് നിന്നായിരുന്നു നോക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുകൂടി ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം പേഴ്സൻ്റെ തെറ്റാണോ അതോ നിങ്ങളുടെ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗവും കൂടി ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങിനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പൈസയും കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വഞ്ചിച്ചു പോയിട്ടുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. നിങ്ങളുടെ എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ച് നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രായശ്ചിത്തം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് തോന്നുന്നുണ്ട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഒരുപാട് സഹായിച്ച വ്യക്തിയായിരുന്നു. ആ സഹായിച്ച വ്യക്തിയോടൊപ്പം ഈ ഒരു ചതി വഞ്ചന കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും ചിലപ്പോൾ നിങ്ങൾ അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം, സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം, ഒരുപാട് വർക്ക് അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരിക്കാം, ചിലപ്പം സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ഈ എനർജി ആവും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അവർ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും ഹെൽപ്പ് ചെയ്തതായിട്ടും വരും. അപ്പോൾ ഒരു ചീറ്റിങ്, ഇപ്പം നിങ്ങൾ ചീറ്റ് ചെയ്തതായാലും അവരതിനെക്കുറിച്ച് ഓർക്കുന്നു. അതല്ല നിങ്ങളുടെ പേഴ്സണാണ് ചീറ്റ് ചെയ്തതെങ്കിൽ അതിനെക്കുറിച്ചും അവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, അത് തെറ്റായി പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം ഓർക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ പ്രശ്നത്തിലേക്ക്, ഒരു ബ്രേക്കപ്പിലേക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തങ്ങളിലുള്ള റിലേഷൻഷിപ്പിനെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക്, പൂർണ്ണമായിട്ടും ഒരു ലെസ് കോണ്ടാക്റ്റ്, നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന വ്യക്തികൾ ആരാണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. ഏസ് ഓഫ് സോഡ് വന്നിട്ടുണ്ട്. 1 നമ്പർ, 10 നമ്പർ, 6, 8 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് സോഡ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അധികമായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും, ഒരുപാട് എക്സ്പെൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുകളും തങ്ങളിലുള്ള അധിക കൂട്ടുകെട്ട് നിങ്ങളുടെ പേഴ്സണ് ഒരു പക്ഷേ താല്പര്യമില്ലായിരിക്കാം. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ന വ്യക്തികൾ, അത് ഫീമെയിൽ ആയാലും മെയിലായാലും, ഇന്ന വ്യക്തികളുമായിട്ട് നീ അധികം കറങ്ങി നടക്കുന്നതോ അല്ലെങ്കിൽ കൂട്ടുകൂടുന്നതോ എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളിൽ പറഞ്ഞ് നിങ്ങളുടെ ഇടയ്ക്ക് വഴക്കോ ബഹളങ്ങളോ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെയോ അവരുടെയോ ലൈഫിൽ ഒരു വിവാഹ ആലോചന വന്നതിൻ്റെ പേരിൽ പതുക്കെ നിങ്ങളിൽ നിന്നും ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ കടന്നു പോയതായിട്ടും കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിലായിരിക്കും പുതിയൊരു റിലേഷൻ വന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു വിവാഹാലോചനയോ മറ്റോ വന്നതുകൊണ്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയതായിരിക്കാം. വാക്ക് തർക്കങ്ങൾ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന വാക്ക് തർക്കങ്ങൾ നിങ്ങളെ ലെസ് കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് കൂടുതൽ വഴി ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? ചില വ്യക്തികൾക്ക് കുടുംബമാണ് നിങ്ങൾക്ക് ബ്രേക്കപ്പ് കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുള്ളത്. ഓക്കെ, കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, അവരുടെ ഹസ്ബൻഡ് വൈഫ് ഇടപെട്ടത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വളരെ ഉണ്ടായി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെടുത്ത് സമയങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങളിൽ നിന്നും കുറച്ച് അകൽച്ച സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ അവരെടുത്ത് പരാതി പറഞ്ഞ് ചെല്ലും. പക്ഷേ അവർക്ക് കുടുംബത്തിൽ നിന്നും ഡിപ്രഷനും കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരെടുത്ത് പരാതിയുമായിട്ട് ചെല്ലും. എന്തുകൊണ്ട് കോൾ ചെയ്തില്ല, വിളിച്ചില്ല, കാണാൻ വന്നില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരികയും, അല്ലെങ്കിൽ നിങ്ങളുടെ കോളോ മെസ്സേജോ ഫാമിലിയിൽ അറിയുകയും ഫാമിലി അവരെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുകയും മാനസികമായി തളർത്തുന്നതിനും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനുമൊക്കെ കൂടുതൽ കാരണങ്ങൾ ഇട്ടുണ്ട്. മെൻ്റലായിട്ട് തളർത്തി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് വാൺസ് വന്നിരിക്കുന്നത്? സോഡ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ
6 ഓഫ് സോഡ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഓവർ സ്നേഹം, നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചിരുന്നു, അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു. പക്ഷേ നിങ്ങളുടെ സ്നേഹം അവർക്ക് ഒരു ബേർഡനായിട്ടാണ് അവർക്ക് തോന്നിയിരുന്നത്. ചെറിയ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് സഹിക്കാൻ കഴിയും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളപ്പൊക്കമായി അതായി പ്രശ്നങ്ങളായി അങ്ങനെ ആവുന്നത് പോലെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും നിങ്ങളുടെ പേഴ്സണിലേക്ക് ഒഴുകിയിരുന്ന സ്നേഹം ആദ്യമൊക്കെ അവർ സന്തോഷിച്ചിരുന്നു, പിന്നെ അത് വെള്ളപ്പൊക്കം പോലെ ആയിപ്പോയി. ഓക്കെ, പിന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലായിരുന്നു. അപ്പം നിങ്ങളുടെ ഓവർ സ്നേഹം, നിങ്ങളുടെ ഓവറായിട്ടുള്ള സ്നേഹങ്ങൾ കാരണം അവർക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥ ഉണ്ടായി. അപ്പം അതുകൊണ്ട് അവർക്ക് ഈ ഒരു റിലേഷനിലെ സഹിക്കുന്നതിലും അപ്പുറമായി മത്ത് പിടിക്കുന്ന അനുഭവം ഇല്ലേ, നമ്മളിപ്പോൾ മധുരമൊക്കെ കഴിച്ച് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് അയ്യോ ഇത് വേണ്ട എടുത്തോണ്ട് പോ എന്നുള്ള അവസ്ഥ പറയുന്ന രീതിയിൽ നിങ്ങൾ അവർക്ക് എപ്പോഴും അവൈലബിൾ ആയിരുന്നു, ഒരുപാട് സ്നേഹം കൊടുത്തിരുന്നു, അവർക്ക് എന്താവശ്യത്തിനും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്ന ഒരു കാര്യത്തിനോടുണ്ടാകുന്ന വെറുപ്പ് അവർക്ക് ടവർ കൊണ്ടുവന്ന് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിന് കാരണമായി. ആ സമയം തന്നെ നിങ്ങൾക്ക് സമയം അനുകൂലമല്ലായിരുന്നു, ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ സമയവും കൂടി അനുകൂലമല്ലാതെ വന്നിരുന്ന സമയത്ത് നിങ്ങളുടെ സ്നേഹത്തിന്മേൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ടവർ കൊണ്ടുവന്നു. അവർ സന്തോഷത്തോടെ അല്ല പോയതെങ്കിലും കുറച്ച് നാൾ മാറി നിൽക്കാം എന്ന് മാത്രമാണ് കരുതിയിരുന്നത്. മാറി നിന്നതിന് ശേഷം നിങ്ങൾ ഒന്ന് സ്വയം കൺട്രോൾ ആകട്ടെ, നിങ്ങളുടെ പേഴ്സൻ്റെ സാന്നിധ്യമോ മെസ്സേജോ കോളോ ഇല്ലാതെ ഒരു ദിവസം ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കാം നിങ്ങളിൽ നിന്നും അകന്നു നിന്നിട്ടുള്ളത്. അങ്ങനെ അകന്നു നിന്ന വ്യക്തികളുടെ ഇടയിലേക്ക് വീണ്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനുകളും പ്രതിസന്ധികളും വന്നതുകൊണ്ട് നിങ്ങളുടെ അകലം കൂടി വന്നു. ഒരു ചെറിയ പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു കുഞ്ഞു പിണക്കത്തെ ഊതിപ്പെരുപ്പിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് വീണ്ടും അകന്നു മാറിപ്പോയ വ്യക്തികളും കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് പോകുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫാമിലിയെ കാണുന്നുണ്ട്. ഫാമിലി നിങ്ങളുമായിട്ട് ഒരു റിലേഷൻ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് കൊടുക്കുമെന്നുള്ള ഭീഷണിയും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണെ മാനസികമായിട്ട് തളർത്തി. ഇനി നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിലോ മെസ്സേജോ കോളോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഡിവോഴ്സിലേക്കാണ് കടന്നു പോകുന്നതെന്ന് പറയുകയും നിങ്ങളുടെ പേഴ്സൺ ഐസൊലേഷനിലേക്ക് കടന്നു പോവുകയും നിങ്ങളിലേക്ക് വരുന്നതും കോൾ ചെയ്യുന്നതും മെസ്സേജ് അയക്കുന്നതിൻ്റെയൊക്കെ സ്പീഡും അളവും എല്ലാം വളരെ കുറച്ചുകൊണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് കളഞ്ഞില്ല, വല്ലപ്പോഴും കൂടി നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. അപ്പോൾ അത് നിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കാൻ പോകുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സന് നേരെ വരുന്നത്. നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളും അവർക്ക് വലുതാണ്, അവരുടെ ഫാമിലിയും വലുതാണ്. ഓക്കെ, ചിലപ്പം കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ചെയ്യുന്നതിന് കുട്ടികളെ നഷ്ടപ്പെടുമായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുമായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് താൽക്കാലികമായിട്ടും അവർക്ക് വിട്ടുകളയാൻ പറ്റുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് അവരങ്ങനെ മാറി നിൽക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ഒരുപാട് വർക്കിനെ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം. ഒരുപാട് വർക്കിനാണ് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ റിലേഷൻഷിപ്പിനോട് അവർക്ക് താല്പര്യമുള്ളൂ. ജോലി സ്ഥലത്ത് ഏറ്റവും ബെറ്ററായിട്ട് മാറുക, പേരെടുക്കുക, പ്രശസ്തി നേടുക, അവരെ പുകഴ്ത്തി പറയുക, മറ്റുള്ളവർ അവരുടെ വർക്കിനെ കുറിച്ച് നല്ലതായിട്ട് പറയുക, അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, 5 ഓഫ് സോഡ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് മത്സരിക്കുക, ജോലി സംബന്ധമായിട്ട് ഒരുപാട് മത്സരിച്ച് മറ്റുള്ളവരെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത്രമായ സമയവും സ്നേഹവും തരാൻ
സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആവശ്യമില്ലാത്ത കുറേ സംസാരങ്ങളൊക്കെ കൊടുത്ത് അവരെ മാനസികമായി തളർത്തുന്ന അവസ്ഥകൾ ഉണ്ടായപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ജോലി തന്നെയാണ്, സാമ്പത്തികമാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കാരണം നിങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവരുടെ വർക്കിൽ നല്ല രീതിയിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് കടന്നു പോകാൻ കഴിയാത്തത് കൊണ്ട് അവർ നിങ്ങളെ ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പരാതി കാരണമാണ് കൂടുതലും അവർ നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ കാരണം അവർക്ക് ജോലിയാണ് പ്രധാനം. നിങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല, നിങ്ങളുടെ കോള് എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവർ വർക്കിൽ കൂടുതൽ താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾ പറയും മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലോട്ടാണ് നിങ്ങൾ കടന്നു പോയിരിക്കുന്നത്, ഓൺലൈനിൽ നിൽക്കുന്നത് മറ്റൊരു റിലേഷന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള അവർ ചെയ്യാത്ത തെറ്റുകളുടെ കാര്യങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് അവർ നിങ്ങളെ ഒഴിവാക്കുന്നു. മനസ്സമാധാനം വേണം എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് എല്ലാം ഒഴിവാക്കി വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളിൽ നിന്നും ബ്രേക്കപ്പ് ഉണ്ടാകുന്നതിനും ലെസ് കോണ്ടാക്റ്റ് നോ കോണ്ടാക്റ്റിലേക്ക് കടന്നു പോകുന്നതിനും കാരണമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനുകൾ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജോലി, ഫാമിലി, എന്ത് തന്നെ ആകാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ന്യൂ മൂണാണ്. ന്യൂ മൂണിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ദ മജീഷ്യനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അഫർമേഷൻ ചെയ്യാൻ ഇന്നേ ദിവസം കഴിയും. ഇന്ന് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്ന ഇന്ന് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് മാജിക്കൽ ഡേ ആണ്. നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അതിശക്തമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, ഒരുപാട് നിങ്ങളുടെ ഓഫറുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിൽപ്പുണ്ട്. എന്തെന്നൊക്കെ പറഞ്ഞാൽ ജോലി വന്നിട്ട് നിൽപ്പുണ്ട്. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് മെസ്സേജ്, കോള്, ഇതെല്ലാം നിങ്ങൾക്ക് ഇന്നേ ദിവസം അഫർമേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. സാമ്പത്തികമാണെങ്കിലും ശരി, ജോലിയാണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനസ്സോടു കൂടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, എന്ത് തന്നെ ആണെങ്കിലും ഇന്ന് സക്സസ് ആവുന്ന ദിവസമാണ് എന്നാണ് യൂണിവേഴ്സ് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, ഇന്നത്തെ ദിവസത്തിൻ്റെ എനർജിയിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ഗിഫ്റ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ. ഇന്നലെ അഫർമേഷൻ ചെയ്തെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഗിഫ്റ്റ് ലഭിക്കുന്നത്. ഇതൊരു ബാലൻസിങ് ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ സ്വപ്നം കണ്ട കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് വന്നു ചേരുന്നതായിരിക്കും. ഒരു ചേഞ്ചാണ് വരുന്നത്. ഇതുവരെ സംഭവിച്ചിരുന്ന ഏത് സിറ്റുവേഷൻ ആണോ അതിനൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഗ്രോത്ത് ആണ് വരുന്നത്. ഓക്കെ, ചില വ്യക്തികൾക്ക് ചില യാത്രകൾ കാണുന്നുണ്ട്, പോസിബിൾ ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് ആയിരിക്കാം. ഓക്കെ, അപ്പം നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ദിവസമാണ്. ഓക്കെ, ക്ലൂസുകളും കൂടി നോക്കാം. ആല എന്ന് പറയുന്ന സ്ഥലം, കാറ്ററിംഗ് സർവീസ്, രാമപുരം, കാസർഗോഡ്, അശ്വതി, 2005, 2011, എ ലെറ്റർ സി, നെയ്യാറ്റിൻകര, ബി സി ആർ, ഹോസ്റ്റൽ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ഹോസ്റ്റലിലായിരിക്കാം, കൊല്ലം, പത്തനംതിട്ട, മുംബൈ. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ വരാൻ പോകുന്നത്. ബാംഗ്ലൂർ, റാണി, ഐ ജെ ജി സി 437 38 43. സെപ്റ്റംബർ, F24, പൂരിട്ടാതി, ടി എന്ന് പറയുന്ന ലെറ്റർ, ഫിഷ്, മാർക്കറ്റുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം. ബിസിനസ്, എം എന്ന് പറയുന്ന ലെറ്റർ, FB, ഡിസംബർ, ഷോപ്പ് വീണ്ടും വന്നിട്ടുണ്ട്, ഫോൺ നമ്പർ 7 ലാസ്റ്റ്, അമരവിള, പന്തളം, ഓമല്ലൂർ, 1968, ജൂലൈ, ന്യൂ ഡ്രസ്സ്, 2012, 2020, മീനാർ, പുണർദം, ക്യൂ എന്ന് പറയുന്ന ലെറ്റർ, 7 നമ്പർ, 49, 56, 59, സെക്കൻഡ് മാരേജ്, ഒറ്റപ്പാലം, മല്ലപ്പള്ളി, ഫെബ്രുവരി, ജെസി, കവടിയാർ, 156, ശരണ്യ, കായംകുളം,
സെക്സ് ഈ ഒരു അടുത്ത സമയത്ത് അങ്ങനെ ഒരു റിലേഷൻ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പേഴ്സണുമായിട്ട്. എൻ എന്ന് പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ ഉടനെ തന്നെ ഉണ്ടാകും. ഓക്കെ, പിക്കപ്പ് 1, ഏപ്രിൽ, പട്ടാളം, HM, വാച്ച് ഗിഫ്റ്റ്, ലവ്, തിരുവനന്തപുരം, ഇടവം രാശിയാണ്. 1991-92 രാജി എന്ന പേര്. ചിങ്ങം, BLM, ടാറ്റു, ചിത്തിര, യൂട്യൂബ്, 39, 43, 41 ബ്യൂട്ടി പാർലർ, ബാങ്ക്, ബൈക്ക്, N എന്ന് പറയുന്ന ലെറ്റർ, കൊട്ടിയം, ആയൂർ, പാലക്കാട്, K എന്ന് പറയുന്ന ലെറ്റർ, പൂരം, 10 നമ്പർ, ഗൾഫിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, മെഡിക്കൽ ഷോപ്പ്, പെയിൻറ്റിങ്ങിൻ്റെ പണി, 2537. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്